സങ്കീർത്തന ധ്യാനത്തിലേക്ക് ദൈവ തിരുമനസ്സിൻ്റെ നാമത്തിൽ കർത്തൃനാമത്തിൽ സ്വാഗതം. ദൈവജനമേ, വചനം കേൾക്കുവാനും വചനം ഉൾക്കൊണ്ടുകൊണ്ട് ധ്യാനിക്കുവാനും ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ മഹത്വത്തെ ആരാധിക്കുകയും നമ്മെ ഈ നിമിഷവും ജീവിപ്പിക്കുന്ന അവിടുത്തെ അനന്തമായ കരുണയ്ക്കും ദയയ്ക്കും അവിടുന്ന് നൽകിയ ദിവ്യമായ ഉദ്ദേശം പിന്തുടരുവാനുമുള്ള അവസരത്തിനും ഹൃദയപൂർവ്വം നന്ദി പറയുകയും ചെയ്യാം. നമ്മുടെ കുറവുകളും പാപങ്ങളും ആത്മാർത്ഥമായി ഏറ്റുപറഞ്ഞ് അവിടുത്തെ ക്ഷമയും കൃപയും തേടാം. ദൈവവചനം മനസ്സിലാക്കുവാനും അതിലുള്ള സത്യങ്ങൾക്കായി നമ്മുടെ മനസ്സും ഹൃദയവും തുറക്കുവാനുമുള്ള ജ്ഞാനത്തിനായി അപേക്ഷിക്കാം. നമ്മുടെ ഓരോ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ജീവിതം നമുക്ക് നയിക്കാം. അവിടുന്ന് നമ്മെ ഏൽപ്പിച്ച ദൗത്യം പരിശുദ്ധമായി പൂർണ്ണമായി നിറവേറ്റുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ലോകമെമ്പാടുമുള്ള പലവിധമായ ആവശ്യത്തിൽ ഇരിക്കുന്നവർക്കായി ദൈവത്തിൻ്റെ സ്നേഹവും സമാധാനവും പരിപാലനയും യഥാസമയത്തെത്തുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളുടെ യാചനകൾ എല്ലാം ദയാപൂർവം ശ്രവിച്ച് ഉത്തരമരുളണമേ. ആമേൻ. പരിശുദ്ധാത്മാവെ, എഴുന്നള്ളി വരണമേ. കർത്താവെ, ഇതാ ഞങ്ങൾ അവിടുത്തെ വചനത്തിനായി കാതോർക്കുന്നു, ദാഹിക്കുന്നു. ഞങ്ങളിൽ വന്നു നിറയണമേ. സങ്കീർത്തനം 36-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. ജീവൻ്റെ ഉറവ. ദുഷ്ടൻ്റെ ഹൃദയാന്തർഭാഗത്തോട് പാപം മന്ത്രിക്കുന്നു. അവൻ്റെ നോട്ടത്തിൽ ദൈവഭയത്തിന് സ്ഥാനമില്ല. തൻ്റെ ദുഷ്ടത കണ്ടുപിടിക്കുകയോ വെറുക്കപ്പെടുകയോ ഇല്ലെന്ന് അവൻ അഹങ്കരിക്കുന്നു. അവൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്ക് ദുഷ്കർമ്മവും വഞ്ചനയുമാണ്. വിവേകവും നന്മയും അവൻ്റെ പ്രവൃത്തികളിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു. കിടക്കയിൽ അവൻ ദ്രോഹാലോചന നടത്തുന്നു. അവൻ ദുർമാർഗത്തിൽ ചരിക്കുന്നു. തിന്മയെ അവൻ വെറുക്കുന്നില്ല. കർത്താവെ, അങ്ങയുടെ കാരുണ്യം ആകാശത്തോളം എത്തുന്നു, വിശ്വസ്തത മേഘങ്ങൾ വരെയും. അങ്ങയുടെ നീതി കിരിശൃംഗങ്ങൾ പോലെയും അങ്ങയുടെ വിധികൾ അത്യഗാധങ്ങൾ പോലെയുമാണ്. കർത്താവെ, മനുഷ്യനെയും മൃഗത്തെയും അവിടുന്ന് രക്ഷിക്കുന്നു. ദൈവമേ, അങ്ങയുടെ കാരുണ്യം എത്ര അമൂല്യം! മനുഷ്യമക്കൾ അങ്ങയുടെ ചിറകുകളുടെ തണലിൽ അഭയം തേടുന്നു. അവർ അങ്ങയുടെ ഭവനത്തിലെ സമൃദ്ധിയിൽ നിന്ന് വിരുന്നുണ്ട് തൃപ്തിയടയുന്നു. അവിടുത്തെ ആനന്ദധാരയിൽ നിന്ന് അവർ പാനം ചെയ്യുന്നു. അങ്ങിലാണ് ജീവൻ്റെ ഉറവ. അങ്ങയുടെ പ്രകാശത്തിലാണ് ഞങ്ങളുടെ പ്രകാശം. അങ്ങയെ അറിയുന്നവർക്ക് അങ്ങയുടെ കാരുണ്യം, നിഷ്കളങ്ക ഹൃദയർക്ക് അങ്ങയുടെ രക്ഷയും തുടർന്ന് നൽകണമേ. അഹങ്കാരത്തിൻ്റെ പാദങ്ങൾ എൻ്റെ മേൽ പതിക്കാതിരിക്കട്ടെ. ദുഷ്ടരുടെ കൈകൾ എന്നെ ആട്ടി ഓടിക്കാതിരിക്കട്ടെ. തിന്മ ചെയ്യുന്നവർ അവിടെ തന്നെ വീണ് കിടക്കുന്നു. എഴുന്നേൽക്കാനാവാത്ത വിധം അവർ വീഴ്ത്തപ്പെട്ടിരിക്കുന്നു. ദൈവജനമേ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും വിശ്വസ്തതയും മനുഷ്യൻ്റെ കുറവുകളും തമ്മിലുള്ള തീവ്രമായ വ്യത്യാസത്തെക്കുറിച്ചാണ് സങ്കീർത്തനം 36-ൽ പ്രതിപാദിക്കുന്നത്. ദുഷ്ടന്മാരുടെ ദൈവഭയമില്ലായ്മയെക്കുറിച്ചാണ് സങ്കീർത്തകൻ ആദ്യം സംസാരിക്കുന്നത്. അവർ പാപത്തിൻ്റെ കെണിയിൽ പെട്ടിരിക്കുകയാണ്. അതിനെ തിരിച്ചറിയാനും ദ്വേഷിക്കാനും അവർക്ക് കഴിയുന്നില്ല. അവരുടെ വാക്കുകൾ വഞ്ചനയും കപടതയും നിറഞ്ഞവയാണ്. കിടക്കയിൽ പോലും അവർ നീതിയെ നിഷേധിക്കുന്നു. നമ്മുടെ പ്രവർത്തനങ്ങൾ എവിടെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. നാം ദുഷ്ടന്മാരെ പോലെ പെരുമാറുന്നവരാണോ? നമ്മുടെ തെറ്റുകൾ നാം ലഘൂകരിച്ച് ഇന്നും കാണുന്നുണ്ടോ? ദൈവകൃപയുടെ ആവശ്യകത നമ്മൾ അറിയുന്നുണ്ടോ? സ്വയം നീതീകരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ഇന്നത്തെ ഈ നമ്മുടെ കാലഘട്ടത്തിൽ പാപം നമ്മെ സത്യത്തിൽ നിന്ന് അകറ്റുമെന്ന് സങ്കീർത്തകൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇതൊരു താക്കീതാണ്, ഒരു മുന്നറിയിപ്പാണ്. ദൈവത്തിൻ്റെ സ്വഭാവത്തിലേക്ക് ദാവീദ് നമ്മുടെ മനസ്സിനെ കൂട്ടിക്കൊണ്ടു പോകുന്നു. അവിടുത്തെ സ്നേഹം ആഴമേറിയ ആകാശത്തോളം ഉയർന്നതും വിശ്വസ്തത, നീതി, ന്യായവിധി എന്നിവ നിലനിൽക്കുന്നതും ആണ്. ദൈവത്തിൻ്റെ നീതി മലകളെ പോലെയും അവിടുത്തെ ന്യായവിധി ആഴക്കടൽ പോലെ വിശാലവും ഉറച്ചതുമാണ്. മനുഷ്യൻ്റെ അധപതനവും ദൈവത്തിൻ്റെ പൂർണ്ണതയും തമ്മിലുള്ള വിപരീതത്വം ഇവിടെ തെളിഞ്ഞു കാണുവാൻ സാധിക്കും. യഥാർത്ഥ ജീവിതം, അർത്ഥം, ലക്ഷ്യം എന്നിവ കർത്താവിൽ മാത്രം ആശ്രയിച്ചുള്ള ഒരു ജീവിത രീതിയാവണം. ദൈവത്തിൻ്റെ സങ്കീർത്തകൻ ചിത്രീകരിക്കുന്ന സ്വഭാവ വിവരണം പുതിയ നിയമത്തിൽ യേശുവിൻ്റെ ഉപദേശങ്ങളുമായി നമുക്ക് തട്ടിച്ചു നോക്കാം. യോഹന്നാൻ 8-ാം അധ്യായം 12-ൽ യേശു പറയുന്നു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഇരുട്ടിൽ നടക്കുകയില്ല, അവനിൽ ജീവൻ്റെ വെളിച്ചമുണ്ടാകും. അതുപോലെ യോഹന്നാൻ 4:14 കർത്താവായ യേശു വാഗ്ദാനം ചെയ്യുന്നത്,
ആത്മീയ ദാഹങ്ങൾ നിറവേറ്റുന്ന ജീവജലത്തിൻ്റെ ഉറവ തന്നെയാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും നീതിയുടെയും പ്രതിനിധിയാണ് കർത്താവായ യേശു നമ്മുടെ മുമ്പിൽ അവതരിക്കപ്പെടുന്നത്. അവനിൽ അഭയം തേടുന്നവർക്ക് അവൻ തന്നെ അഭയകേന്ദ്രമായി മാറുന്നു. സഹോദര സഹോദരി, നമ്മുടെ ഇന്നത്തെ ലോകത്ത് നാം നമുക്ക് വേണ്ടി അനവധി പീഡകൾ സഹിച്ച കർത്താവിനെ ഇന്നും നിന്ദിക്കുകയല്ലേ? വിചിന്തനം ചെയ്യാം, തിരുത്താം, മടങ്ങി വരാം ധൂർത്തപുത്രനെ പോലെ. ഇനിയും വൈകരുത്. മത്തായി 23:37 യേശു അഭയം തേടുന്നവർക്കായി അവിടുത്തെ സംരക്ഷണം വാഗ്ദാനം ചെയ്യുന്നു. യേശു പാപത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് നയിക്കുന്ന നല്ല ഇടയനാണ്. തൻ്റെ ത്യാഗത്തിലൂടെയും പുനരുത്ഥാനത്തിലൂടെയും കർത്താവായ യേശു പാപത്തെയും മരണത്തെയും കീഴടക്കി നമുക്ക് വേണ്ടി, നമുക്ക് നിത്യജീവൻ ഉണ്ടാവാൻ. അങ്ങനെ നിത്യജീവൻ വാഗ്ദാനം ചെയ്യുകയും ദൈവവുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുകയും ചെയ്തു നമ്മുടെ കർത്താവായ യേശു. ദൈവ നിയമത്തോടുള്ള അവഗണന, സ്വാർത്ഥത, തെറ്റായ പ്രവൃത്തികളെ ന്യായീകരിക്കാനുള്ള പ്രവണത, ഇവയെല്ലാം സങ്കീർത്തനം 36 മുന്നറിയിപ്പ് നൽകുന്ന ഘടകങ്ങളാണ്. ഇത് ഇന്നത്തെ നമ്മുടെ ലോകത്തിലെ വെല്ലുവിളികൾ തന്നെയല്ലേ? തൽക്ഷണ തൃപ്തിയുടെ ഈ ലൗകിക ജഡിക സംസ്കാരം നീതിയുടെയും ദൈവ സാന്നിധ്യത്തിൻ്റെയും പ്രാധാന്യം നന്നേ കുറച്ച് കാണിക്കുന്നു. ആത്മാവിനെ നിത്യനാശത്തിൻ്റെ പാതയിൽ നടത്തുന്ന പ്രക്രിയയിലേക്ക് നമ്മെ വഴിതെറ്റിച്ചു കൊണ്ടുപോകുന്നു. യഥാർത്ഥ അഭയം ദൈവത്തിൻ്റെ സ്നേഹത്തിലും നീതിയിലുമാണ് എന്ന് സങ്കീർത്തനം 36 നമ്മെ പഠിപ്പിക്കുന്നു. പിതാവായ ദൈവത്തെ കൂടുതൽ അറിയാൻ പ്രാർത്ഥനയിലും കൂദാശകളിലും ദൈവവചന പഠനത്തിനും ഉള്ള പങ്കാളിത്തത്തിലൂടെ അവിടുത്തെ സാന്നിധ്യം തേടുവാനും നാം അതിന് മുൻഗണന നൽകണമെന്നും ഈ വേദഭാഗം വീണ്ടും വീണ്ടും സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. പാപത്തിൻ്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ട് ആത്മീയ സംതൃപ്തിയും നല്ല ഉദ്ദേശവുമുള്ള ജീവിതത്തിലേക്ക് കടക്കാൻ ദൈവത്തെ ജീവിതത്തിൻ്റെ ആധാരമായും വെളിച്ചമായും ഏറ്റെടുക്കേണ്ട അവസാന മണിക്കൂറിലാണ് ഞാനും നിങ്ങളും. പുതിയ ആത്മാവോടും മനസ്സോടും ശരീരത്തോടും കൂടി ഈ ദൈവിക ആഹ്വാനത്തിന് നമുക്ക് ചെവി ചായ്ച്ച് നമ്മുടെ ജീവിതങ്ങളെ തിരുത്താം. ദൈവജനമേ, ദൈവത്തെ കൂടുതൽ അറിയാൻ സ്വയം സമർപ്പിക്കുകയും അവിടുത്തെ സ്നേഹവും നീതിയും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പടർന്നു പിടിക്കാൻ അനുവദിക്കുകയും ചെയ്യാം. നമ്മുടെ ഈ മരവിച്ചു പോയ ലോകത്തിന് ആവശ്യമുള്ള ദൈവകാരുണ്യം, ദൈവസ്നേഹം പങ്കുവച്ച് നമ്മുടെ ജീവിതം പ്രകാശത്തിൻ്റെ വിളക്കായി നമുക്കും മറ്റുള്ളവർക്കുമായി മാറ്റാം. കർത്താവിൻ്റെ രണ്ടാം വരവിനായി കാത്തിരിക്കുമ്പോൾ അവിടുത്തെ വാഗ്ദാനം ഹൃദയത്തിൽ വെച്ച് കാത്തിരിപ്പിൻ്റെ ജീവിതം നാം നയിക്കേണ്ടതുണ്ട്. ഞാൻ വേഗം വരുന്നു, ഓരോരുത്തനും അവരവരുടെ പ്രവൃത്തിക്കനുസരിച്ച് പ്രതിഫലം നൽകാൻ എന്ന് കർത്താവ് വെളിപാട് 22:12 പറയുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഇന്ന് അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കിയ വചനത്തിനും അതിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച ആഴമുള്ള ബോധ്യത്തിനും ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഈ ധ്യാന സമയത്തിനായി കർത്താവെ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവെ, ഞങ്ങളെ പരിശുദ്ധാത്മദാനങ്ങളാൽ നിറയ്ക്കണമേ. ദൈവവചനമനുസരിച്ച് വിശുദ്ധവും കർത്താവിന് പ്രീതികരവുമായ ജീവിതം നയിക്കാൻ ഞങ്ങൾക്ക് ശക്തിയും ധൈര്യവും പ്രചോദനവും നൽകണമേ. ഞങ്ങൾക്ക് ദാനമായി ലഭിച്ച ജീവനും അനുഗ്രഹങ്ങളും സംരക്ഷണത്തിനും താലന്തിനും ഞങ്ങളുടെ കുടുംബത്തിനും എല്ലാം ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ ശ്രവിക്കുകയും ഞങ്ങളുടെ യാചനകൾക്ക് ഉത്തരമരുളുകയും ചെയ്യണമേ. കർത്താവെ, അങ്ങയുടെ രണ്ടാം വരവിനായി ഞങ്ങൾ കാത്തിരിക്കുന്ന ഈ സമയത്ത് ഞങ്ങളുടെ ശരീരവും മനസ്സും ആത്മാവും അങ്ങയുടെ ഇച്ഛയ്ക്ക് അനുസൃതമായി തീരുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ ചുറ്റുമുള്ളവരെയും അങ്ങയുടെ കൃപയാൽ നിറച്ച് അങ്ങയുടെ സ്നേഹത്തിൻ്റെയും നീതിയുടെയും സാക്ഷികളായി മാറ്റണമേ. യേശുവിൻ്റെ മഹത്വപൂർണ്ണമായ നാമത്തിൽ പിതാവെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സഹോദരങ്ങളെ, ക്രിസ്തുവിനെ ഇനിയും അറിയാത്ത ഒരാൾക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.